എന്തായാലും തൃശ്ശൂരിൽ ഇനിയും കലാമേളയുടെ ദിനങ്ങളാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ നാളെ തിരിതെളിയുകയാണ്. 25 വേദികളിലായി 249 മത്സര ഇനങ്ങൾ, 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്ന് രാവിലെ 10 മുതൽ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ തന്നെ പ്രധാന വേദി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. മികച്ച കവറേജ് ഉറപ്പാക്കാൻ ജനൻ TV സംഘവും സജ്ജമാണ്. കലോത്സവ വേദിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നു. സാനു, ഇനിയും ഉദ്ഘാടനത്തിനായി എല്ലാ കണ്ണുകളും തൃശ്ശൂരിലെ ആ പൂരപ്പറമ്പിലേക്ക് എത്തും. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് വരും. കലാപ്രേമികൾ ഒഴുകിയെത്തും. തൃശ്ശൂരിന് മറ്റൊരു കലാമാമാങ്കം കൂടി നാളെ കൊടിയുയരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ സാനു. വിനോദെ, പൂരത്തിൻ്റെ മണ്ണിൽ കലാപൂരത്തിന് തിരിതെളിയാനായിട്ട് അല്ലെ കൊടി ഉയരാനായിട്ട് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. 25 വേദികളിലായിട്ട് 249 ഇനങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് 15,000-ലധികം കലാപ്രതിഭകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിക്ക് മുന്നിലാണ്. ഇക്കുറിയുടെ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകത പുഷ്പങ്ങളുടെ പേരാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാന വേദിയാണ്, ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വേദിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് സൂര്യകാന്തി എന്നാണ് ഈ വേദിക്കിട്ടിരിക്കുന്ന പേര്. ഇതിൽ ഒരേ സമയം 7,500 ആളുകൾക്ക് ഇരുന്ന് മത്സരങ്ങൾ കാണാൻ അല്ലെങ്കിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്നലെ ഈ വേദിയുടെ പരിശോധന, അതായത് ഇതിൻ്റെ ഫിറ്റ്നസ് നൽകുന്നതിനുള്ള പരിശോധന അടക്കം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഈ കലവറ നിറയ്ക്കൽ, സാധാരണ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കലവറയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. പഴയിടത്തിൻ്റെ രുചിയിടമാണ് കലവറ എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ആ കലവറയിലെ കലവറ നിറയ്ക്കൽ അല്പസമയത്തിനുള്ളിൽ നടക്കും. അതേപോലെ തന്നെ ഒല്ലൂർ സെൻറ്ററിൽ 10:15 കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് അല്പസമയത്തിനുള്ളിൽ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് സ്വർണ്ണക്കപ്പിനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് എത്തിക്കും. അവിടെയാണ് അതിൻ്റെ യോഗം നടക്കുക. സ്വീകരണ സമ്മേളനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇക്കുറി ഒരുക്കിയിട്ടുള്ള പ്രത്യേക ധ്വജസ്തംഭമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ തൃശ്ശൂരുമായി ഒറ്റനോട്ടത്തിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട എല്ലാം സാംശീകരിച്ചിരിക്കുന്ന ഒരു കൊടിമരമാണ് കാണാൻ സാധിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ആനയുണ്ട്, അതേപോലെ തന്നെ താളമേളങ്ങളുടെ വർണ്ണപ്പകിട്ടിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കൊടിമരമാണ്. ഇതിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ധ്വജസ്തംഭമാണ്. ഇത് 64 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് ഇക്കുറി ഈ 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ കൊടിയേറ്റ് നടക്കുന്നത്. ഇവിടെയാണ് അത് പ്രത്യേക രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ വിനോദ്, നമ്മൾ ഈ പ്രധാന വേദിയുടെ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മേളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കവാടമാണുള്ളത്. അവിടെ നൃത്തരൂപങ്ങളുണ്ട്, ഭരതനാട്യം അടക്കം എല്ലാ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം, അതേപോലെ തന്നെ കഥകളി, ആന, ഇങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാന വേദിയും ഇത്തവണ ഏറെ ആകർഷണീയമാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പ്രധാന വേദിയിൽ 7,500 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് കാണാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷമുള്ള 24 വേദികളും അത് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചാണ്, ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ കാറ്റടിച്ചാൽ വീഴാത്തതും അതേപോലെ തന്നെ ഈ തീ പടരാത്തതും അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വേദികളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ തൃശ്ശൂർ ആകെ തയ്യാറെടുക്കുകയാണ് ഈ കലാപൂരത്തിന് വേണ്ടി, ഈ കലാമാമാങ്കത്തിന് വേണ്ടി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാണികൾക്ക് ഇരുന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ്. ഇവിടെയാണ് ഉദ്ഘാടന വേദി. ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ കലാപ്രകടനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളടക്കം അദ്ദേഹം വിലയിരുത്തിയിരുന്നു. നാളെ മുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്കൊപ്പം അദ്ദേഹവും കേന്ദ്രമന്ത്രിയും ഈ കലാമാമാങ്കത്തിൻ്റെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ വേദികളുടെ നിർമ്മാണവും പൂർത്തിയായി വരികയാണ്. അതേപോലെ തന്നെ കലവറ നിറയ്ക്കൽ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നടക്കും. അതോടുകൂടി കലവറ ഉണരും. പഴയിടത്തിൻ്റെ ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ചില മാജിക്കുകൾ എല്ലാ വർഷവും ഈ കലാമാമാങ്കത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറിയുമുണ്ട്. നവധാന്യ ദോശ ചുടുന്നതോടുകൂടിയാണ് ഇത്തവണ കലവറ ഉണരുന്നത്. തീർച്ചയായും കലയുടെ പൂരത്തിന് തൃശ്ശൂരിൽ നാളെ കൊടിയുയരുന്നു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ മുതൽ ആരംഭിക്കുന്നു. 5 ദിവസത്തെ കലാമാമാങ്കത്തിനാണ് ഇനി തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുക.
വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജി.